ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഇടിയൻചക്ക വെച്ച് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു നാടൻ തോരൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇതിനായി ഞാനിവിടെ ഒരു ഇടിയൻചക്കയാണ് എടുത്തിട്ടുള്ളത്. തൊലി കളഞ്ഞ ശേഷം ഇത് നന്നായി തന്നെ വാഷ് ചെയ്ത് വെച്ചതാണ്. ഇത് ആദ്യം നമുക്ക് കുക്കറിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വിസിൽ വരുത്തി ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇത് ഓവറായിട്ട് വെന്ത് പോകരുത്, അതുകൊണ്ട് ഒറ്റ വിസിൽ വരുത്തി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്കുള്ള തേങ്ങയൊന്ന് ചതച്ചെടുക്കണം. അതിനായിട്ട് 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 3 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകെല്ലാം എടുക്കുമ്പോൾ നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചെടുക്കാവുന്നതാണ്. ഓവറായിട്ട് അരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ചമ്മന്തിക്കെല്ലാം പൊടിച്ചെടുക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ ഇടിയൻചക്ക നന്നായി തന്നെ വെന്ത് അതിലുള്ള വെള്ളമെല്ലാം വാർത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ കല്ലിൽ വെച്ചൊന്ന് ഇടിച്ചെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തിട്ട് എടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇടിയൻചക്കയെല്ലാം മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും, ഓവറായിട്ട് അരിഞ്ഞു പോകരുത്. ഇനി ഇടിയൻചക്ക ഒന്ന് മുളകിട്ടെടുക്കാം. അതിനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ച് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 7 ചുവന്നുള്ളി ചതച്ച് വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെയും ചുവന്നുള്ളിയുടെയും എല്ലാം കളറൊന്ന് മാറി വരണം. ഇപ്പോൾ സവാളയും ചുവന്നുള്ളിയും എല്ലാം കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി 2 ടീസ്പൂൺ ക്രഷ് ചില്ലി ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സിമ്മിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാം കൂടെ കരിഞ്ഞു പോകും. ഇതിലേക്ക് ഇനി മിക്സിയിൽ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇടിയൻചക്ക കൂടെ ചേർത്ത് കൊടുക്കാം. ഇടിയൻചക്ക ചേർത്ത ശേഷം നന്നായി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കണം. മുളകെല്ലാം ഇടിയൻചക്കയിൽ നന്നായി പിടിച്ചു വരണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇടിയൻചക്ക തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.